നമ്മുടെ പപ്പായ എന്ന് പറയുന്ന സാധനം. ഈ പപ്പായയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രഭാഷണത്തിൽ പറയുകയാണെങ്കിൽ പെട്ടു. വെറും പപ്പായ പറഞ്ഞാൽ പെട്ടു. പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരാൾ പറയും, പപ്പായ അല്ല സ്വാമി, ഇവിടെ പറയുക അതിന് ഓമയ്ക്കാന്നാണ്. അപ്പോൾ കേട്ട ഒറ്റയാൾ പറയും, അങ്ങനെയല്ല, അതല്ല പപ്പായ എന്നിവിടെ പറയും, പക്ഷേ കപ്ലങ്ങാന്നും പറയും. ഇപ്പം എത്രയായി? പപ്പായയായി, ഓമയ്ക്കയായി, കപ്ലങ്ങയായി. അപ്പം അപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നടത്തുമ്പോൾ പറയും അതിന് പപ്പായുണ്ട്, കപ്ലങ്ങയുണ്ട്, ഓമയ്ക്കുണ്ട്, കറമൂസ. കോഴിക്കോടൊക്കെ കറമൂസ എന്ന് പറയും. അപ്പൊ ഇതിൽ കറയുണ്ട്, വെള്ള, പിന്നെ മൂസ എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ പപ്പായയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഈ പപ്പായയുടെ ശരിയായ പേരെന്താണ്, അതിനാണ് വിശദീകരണം കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ പപ്പായയെക്കുറിച്ച് എന്തെങ്കിലും കഷ്ടകാലത്തിന് പറയേണ്ടി വന്നാൽ പറയും ഇതിന് പല പേരുകളുണ്ട്, അതുകൊണ്ട് ആ പേരിൽ വലിയ കാര്യമില്ല. ഇതേപോലെയാണ് അരുവിപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ ആ ചുവരിൽ എഴുതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതിനാണ് ഊന്നൽ. ഇവിടെ യാതൊരു ജാതിഭേദവുമില്ല, മതദ്വേഷവുമില്ല. 1888 ശിവരാത്രിക്ക് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുദേവൻ അവിടെ എഴുതി വെച്ചതാണ്. നമ്മൾ ഇങ്ങനെയാണ് പറയാറ്. ഇപ്പോൾ ഈ ചിലപ്പോൾ നമുക്ക് ഈ പഴയത് കയറി വന്ന് അറിയാതെ നമ്മൾ സാധാരണ മട്ടിൽ അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു ചോക്ക് എടുത്ത് ഗുരുദേവൻ അങ്ങനെ എഴുതി, അപ്പം തിരുത്ത്. എന്താണ്? അല്ല, ചോക്കോണ്ടല്ല. ഇത് നമുക്ക് ഈ തിരുത്തുണ്ടായിട്ടുണ്ട്, ആളുകൾ പറയാറുണ്ട്. ചോക്കോണ്ടല്ല, കരിക്കട്ട കൊണ്ടാണ്. അപ്പോൾ വേറൊരു വിദ്വാൻ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ കരിക്കട്ടയല്ല, പച്ചില കൊണ്ടാണ്. വേറൊരാൾ ഒരു വടിക്കഷ്ണം അവിടുന്ന് എടുത്തു, ആ വടിക്കഷ്ണം കൊണ്ട് എഴുതി. ഇങ്ങനെ വടിക്കഷ്ണാണോ, ഇലയാണോ, ചോക്കാണോ, പച്ചിലയാണോ, അതല്ല അവിടുന്ന് ഒരു കുപ്പിച്ചില്ല എടുത്തിട്ട് അങ്ങനെ ഗുരുദേവൻ ശക്തിയിൽ അങ്ങനെ എഴുതി. എടോ, എന്തെഴുതി? അതുകൊണ്ട് നിങ്ങൾ മേലിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ അതിലെന്തെങ്കിലും ചിലപ്പോൾ ചില നാട്ടിൽ ഇതിന് വേറൊരു പേരുണ്ടാവും, അല്ലെങ്കിൽ അത് വേറൊരു ഇതായിരിക്കാം, നിങ്ങൾ കേട്ടത് അങ്ങനെയായിരിക്കാം. വാച്യാർത്ഥത്തിനപ്പുറത്ത് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുക.